സ്ക്രാച്ച് നമുക്കൊരു പുതിയ പ്രോജക്റ്റ് ചെയ്യാം. ഇതിനായി സ്ക്രാച്ച് തുറന്നിട്ടുണ്ട്. സ്ക്രാച്ച് അഥവാ ടർബോ വാർഫ് തുറന്നിട്ടുണ്ട്. താഴെയുള്ള ഈ സ്പ്രൈറ്റ് ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് സ്പ്രൈറ്റിനെ ഒഴിവാക്കി. ഇവിടെ ചൂസ് സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ആപ്പിൾ എന്ന് പറയുന്ന സ്പ്രൈറ്റ് ആഡ് ചെയ്തു. ദെൻ ലെഫ്റ്റ് സൈഡിലെ ഇവൻറ്റ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇവൻറ്റ്സ് ബ്ലോക്കിൽ നിന്ന് വെൻ ദി സ്പ്രൈറ്റ് ക്ലിക്ക്ഡ് എന്ന ബ്ലോക്ക് സെലക്ട് ചെയ്ത് വെച്ചു. ഈ ബ്ലോക്കുകൾ നമുക്ക് വലുതായി കാണാൻ വേണ്ടി ഇവിടെയുള്ള ഈ പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സൂം ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പിൾ എന്ന് വരണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഈ ലുക്സിൽ പോയി സേ ഹലോ എന്ന ബ്ലോക്ക് എടുത്ത് വെക്കുന്നു. സേ ഹലോ ഫോർ 2 seconds. ഈ ഹലോ എന്നത് മാറ്റി ഞാൻ ആപ്പിൾ എന്നാക്കുന്നു. ഇനി ആപ്പിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ആപ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പിൾ എന്ന് 2 സെക്കൻഡ് കാണുന്നുണ്ട്. ഓക്കെ, എനിക്കിതിൻ്റെ ശബ്ദം കൂടി കേൾക്കണം. ആപ്പിൾ എന്ന് പറയുന്ന രീതിയിലേക്ക് വരണം. അപ്പം എന്ത് ചെയ്യാം? ഈ സൗണ്ട്സിൽ പോകുന്നു. പ്ലേ സൗണ്ട്സ് എന്ന ബ്ലോക്സ് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ പ്ലേ സൗണ്ട് ക്രോം എന്ന സൗണ്ടാണ് വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് ആയിരിക്കും വരുന്നുണ്ടാവും. 2 സെക്കൻഡ് കഴിഞ്ഞാൽ ക്രോം എന്നൊരു സൗണ്ട് വരും. ഓക്കെ, എനിക്കതല്ല, എനിക്ക് ആപ്പിൾ എന്ന് തന്നെ പറയണം. അപ്പം അതിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? ഈ ക്രോമിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡിംഗ് ഓപ്ഷൻ വരും. ഈ റെക്കോർഡിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സ്ക്രീൻ വരും. ഇവിടെ നമ്മൾ ഈ റെക്കോർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആപ്പിൾ എന്ന് പറഞ്ഞു അല്ലേ? അവിടെ ആപ്പിൾ എന്ന് പറഞ്ഞ് ഞാനത് റെക്കോർഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമുള്ള ഈ ഏരിയ മാത്രമാണ് ശബ്ദമുള്ളത്. ആ ഏരിയ മാത്രമായിട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തെടുത്ത് സേവ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുന്നത് സൗണ്ടിൻ്റെ എഡിറ്റ് ഓപ്ഷൻസ് ആണ്. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഫെയ്ഡ് ആക്കാനൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതൊന്നും ചെയ്യുന്നില്ല. സൗണ്ട്സ് നിന്നും നേരെ നമ്മൾ കോഡ് വിൻഡോയിലേക്ക് തിരിച്ചു വരാം. അവിടെ മുകളിൽ കോഡ് വിൻഡോയിലേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, കോഡ് വിൻഡോയിലേക്ക് തിരിച്ചു വന്ന ശേഷം നമുക്കിവിടെ ഈ ക്രോം എന്ന സൗണ്ടിൻ്റെ അവിടെ ഈ ബ്ലോക്കിലെ ക്രോം എന്ന് ക്ലിക്ക് ചെയ്തിട്ട് മാറ്റാം. ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്രോം ഉണ്ട്. റെക്കോർഡിംഗ് 1 ഇതാണ് നമ്മൾ ആപ്പിൾ എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത്. ഈ റെക്കോർഡിംഗ് 1 സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്ടാവുക? ആദ്യം 2 സെക്കൻഡ് ആപ്പിൾ ഇത് വന്ന ശേഷമായിരിക്കും ഈ സൗണ്ട് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിത് മുകളിലേക്ക് ആക്കണമെങ്കിൽ ആദ്യം സൗണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്കിന് ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ മുകളിലേക്ക് കയറ്റി വെച്ചാൽ മതി. ഓക്കെ, ഇനി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആപ്പിൾ ക്ലിക്ക് ചെയ്യുന്നു. ആപ്പിൾ ഉണ്ടോ? ആപ്പ് ക്ലിക്ക് ചെയ്ത സമയത്ത് ആപ്പിൾ എന്ന് പറഞ്ഞ ശേഷമാണ് ആപ്പിൾ എന്ന് എഴുതി വരുന്നത് അല്ലേ? ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് നോക്കാം. ആപ്പിൾ എന്ന് പറഞ്ഞ ശേഷം അത് അവിടെ എഴുതി വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ.